ഹലോ, ആ ദൂരദർശൻ കേന്ദ്രൻ അല്ലേ? അല്ലേ നീ നേരത്തെ പറഞ്ഞോടാ. ഓടാന്നോ? അത് ശരി, റോങ് നമ്പർ വിളിച്ച. ശ്യാമ മേഘമേ നീ ഏതു കുല സ്നേഹ തൂത്തുമായി വാ. ഹലോ, ദൂരദർശൻ കേന്ദ്രല്ലേ? അതെ, എനിക്ക് ഒരു ഉപകാരം ചെയ്യണം. ഇന്ന് വൈകിട്ട് 8 മണിക്ക് TV-യിൽ ഒരു പെൺകുട്ടി ഒരു പാട്ട് പാടിയില്ലേ? ശ്യാമ മേഘമേ വാ യദുകുല. അതെ, രാധിക. ആ കുട്ടിയുടെ അഡ്രസ് ഒന്ന് വേണം. സോറി. അതെന്ത് സോറി ആശാനെ? അതെ, എനിക്ക് ഹലോ, എനിക്ക് പിന്നെ എന്തിനാ അറിയിക്കാന്? അത് പ്രതികരണത്തിൽ ചോദിച്ചാൽ മതി. എനിക്ക് പ്രതികരണത്തിൽ കൂടെ അറിയിച്ചാൽ പോരാ, നേരിട്ട് അറിയിക്കണം. ഞാൻ ആരാന്നോ? എടോ ഒരു ഇന്ത്യൻ പൗരൻ എന്ന നിലയിൽ അതിന്റെ മൗലികാവകാശ എനിക്ക് നേരിട്ട് അറിയിക്കണം. അതിന്റെ അഡ്രസ് കല്യാണം കഴിക്കാനാണോ? കല്യാണം കഴിക്കാൻ തന്നെ. തനിക്ക് എങ്ങനെ മനസ്സിലായി? കല്യാണം കഴിക്കാൻ തന്നെടാ. എടോ താൻ കൂടുതൽ വായൊന്നും അടിക്കണ്ട. താൻ ആ പരിപാടി ഇറങ്ങി കട്ടായപ്പോയതിനെ കുറിച്ച് എന്ത് പറയുന്നു? ഞാൻ ആരാന്നോ? ഞാൻ നിന്റെ തന്ത. വളരെ മോശമായിപ്പോയി. ഒരാളുടെ തന്തയ്ക്കൊക്കെ പറയാന്ന് പറഞ്ഞ, പക്ഷെ അയാൾ എന്നോട് അങ്ങനെ പറഞ്ഞോണ്ടല്ലേ അയാൾ മോശമായിപ്പോയി. നീ ഇപ്പൊ വിളിച്ച് സോറി പറഞ്ഞേക്കാം. അയാളുടെ തന്തയ്ക്കൊക്കെ പറയാന്ന് പറഞ്ഞ. ഹലോ, ദൂരദർശൻ കേന്ദ്രല്ലേ? ഇപ്പോഴേ ഒരാള് വിളിച്ച് തന്റെ തന്തയ്ക്ക് പറഞ്ഞില്ലേ? അത് ആരാണെന്ന് തനിക്ക് അറിയോ? ഞാനോ? ഞാൻ തന്നെയാ തന്തയ്ക്ക് വിളിച്ച ആള്. ഞാൻ നിന്റെ തന്തയാടാ, തന്ത. അയ്യോ, ഒരാളുടെ തന്തയ്ക്ക് പറഞ്ഞു. എന്തൊരാശ്വാസം. അതാണമ്മ അതിന്റെ കാര്യം. നമ്മൾ എത്ര വിചാരിച്ചാലും നന്നാവില്ല. പഠിച്ചല്ലേ പാടുള്ളൂ. ചായ. ഡോക്ടർ KS മേനോന്റെ മോളാ. ആരെ? ഇന്നലെ രാത്രി ദൂരദർശൻകാർക്ക് ഫോൺ ചെയ്ത് ചോദിച്ചില്ലേ ആ കുട്ടിയുടെ അഡ്രസ്? ഗിരിനഗറിലാ താമസം. ഇതുപോലൊരു അമ്മ എവിടുന്ന് കിട്ടു? മോൻ മനസ്സിൽ കാണുന്നൊക്കെ എക്സ്റേ എടുക്കുമ്പോഴല്ലേ എടുക്കുന്നത്? അമ്മയടുത്തെല്ലാം പറഞ്ഞു കൊടുത്തല്ലേ? ഞാനെന്ത് അമ്മയടുത്ത് പറഞ്ഞു കൊടുത്തല്ലേ? ഈശോനോട് അയ്യപ്പനോട് സത്യം ഞാനൊന്നും പറഞ്ഞു. പിന്നെ അവിടെ സംസാരിച്ചോണ്ടിരുന്നോ? അയ്യോ, അത് ഞങ്ങൾ വേറെ നാട്ടുകാരിയൊക്കെ പറഞ്ഞതാ. ഇതാണ് പറഞ്ഞു രാത്രിയായാലും ഇത്ര ബോധമൊക്കെ വേണമെന്ന്. അയ്യേ, ആ ഫോൺ എടുത്ത ആളിന്റെ തന്തയ്ക്ക് വിളിച്ചതൊക്കെ അമ്മ കേട്ടിരിക്കുമല്ലേ? പിന്നെ ആകെ നാണക്കേടാ. ഏതായാലും ആ ദൂരദർശൻകാർ കാരണം ഇങ്ങനെ ചില നല്ല കാര്യങ്ങൾ നടക്കട്ടെ. അല്ല, ഇനി എപ്പോഴാ കല്യാണം? ആരുടെ? എന്റെ മോനെ കാള വാല് വെക്കുന്ന കണ്ടാൽ അറിയില്ലേ? രാഘവേട്ടാ, കല്യാണം വരെ എത്തുന്നതിന് മുമ്പ് എനിക്ക് ഒരുപാട് ദൂരം സഞ്ചരിക്കാനുണ്ട്. കാറിലോ? കല്യാണത്തിന് എനിക്ക് ചില നിർബന്ധങ്ങളുണ്ട്. അതൊരു പ്രേമ വിവാഹമായിരിക്കണം. ഒരു കുട്ടിയെ കാണുക, അതുമായി ഇഷ്ടത്തിലാകുക, അമ്മയില്ല പരസ്പരം അറിയുക, പിന്നെ നുറുങ്ങ് പരിഭവങ്ങൾ, പിണക്കങ്ങൾ, ഇണക്കങ്ങൾ, ഇതിന്റെയൊക്കെ ഒരു ത്രിൽ അറിഞ്ഞതിന് ശേഷം മാത്രമേ ഞാൻ വിവാഹം കഴിക്കൂ. മതിയെന്നേ. പക്ഷെ അതിനു മുമ്പ് ആദ്യം കുട്ടിക്ക് എന്നെ ഇഷ്ടമാണോന്ന് അറിയണമല്ലോ. അതിനൊക്കെ വഴിയുണ്ടെന്നേ. എങ്ങനെ? അതിനൊക്കെ വഴിയുണ്ടെന്ന്. ഞാനിവിടെ അടി വെച്ചു. യുവർ ഓണർ, പൂമംഗലം തറവാട്ടിലെ ഒരു അംഗവും സ്ഥലത്തെ പ്രമുഖ മൃഗ ഡോക്ടറുമായ ഡോക്ടർ KS മേനോന്റെ മകൾ രാധികയെ പ്രേമിച്ചു എന്നതാണ് ഈ ഉള്ളവന്റെ മേൽ ചുമത്തപ്പെട്ടിരിക്കുന്ന കുറ്റം. ഈ കുട്ടിയോട് തന്നെ പ്രേമം തോന്നാനുള്ള കാരണമുണ്ട്. അത് പിന്നെ ഈ ചിലരെ നമ്മൾ ആദ്യമായിട്ട് കാണുമ്പോൾ തന്നെ ഈ നമുക്ക് തോന്നില്ലേ, ചില രൂപവും ഭാവവും, പിന്നെ അതുപോലെ തന്നെ ഈ ഒരു കാര്യം മറ്റേടത്ത് ചോദ്യം ചോദിക്കില്ല, അങ്ങ് ഇഷ്ടപ്പെട്ടു, അത്രേ ഉള്ളൂ, അത്ര മതി, അത് മതി. കോടതിയോട് കുറച്ച് ബഹുമാനത്തോടെ പെരുമാറണം. ആട്ടെ, വാദം തുടരട്ടെ. രാത്രികാലങ്ങളിൽ 3, 4, മാക്സിമം ഒരു 5 സ്മോള് വരെ വീശും ഒഴിച്ചാൽ പ്രതിക്ക് വേറെ എന്താണ് ഒരു കുറവാണ്? മേപ്പടിയാൻ ചില അവസരങ്ങളിൽ അടിച്ചു പൂസായി സംസ്ഥാന കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങളിൽ ഇരിക്കുന്നവരോട് ഫോണിലൂടെ അപമര്യാദയായി പെരുമാറി എന്ന് കേട്ടത് ശരിയാണോ? ശരിയാണ്. പ്രേക്ഷകന്റെ ഭാഗത്ത് നിന്ന് അങ്ങനെ ചില പാകപ്പിഴകൾ ഉണ്ടായിട്ടുണ്ട്.
ഇനി അങ്ങനെ ഉണ്ടാകാതിരിക്കാൻ ശ്രമിക്കുന്നതാണ്. ആ, അപ്പൊ ഇത് ഭാവിയിൽ ഒരു അസുഖമായി തീരും. മതി 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 മതി, വിസ്താരം മതി. ഇനി വിധി പ്രസ്താവിച്ചാട്ട്. ആ, ആ, കുമാരി രാധികയോട് പ്രതിക്കുള്ള അമിതാവേശവും ആക്രാന്തവും എന്തത്? ഇപ്പൊ പറഞ്ഞില്ലേ, ആ. അത് മനസ്സിലാക്കിയാൽ മതി കേട്ടോ. ആ, അത് കണക്കിലെടുത്തുകൊണ്ടും പ്രതിയുടെ അമ്മയ്ക്ക് ആ. തന്റെ മകനിൽ എത്രയും പെട്ടെന്നൊരു കുഞ്ഞിക്കാൽ പിറന്നു കാണണം എന്നുള്ളൊരു അത്യാഗ്രഹമുള്ളതിനാലും പ്രതിക്ക് തന്റെ പ്രേമബന്ധം ഭാവിയിൽ ശക്തമായി തുടരാൻ ബഹുമാനപ്പെട്ട ഞാനോ? നോ ആ. കോടതി ഉത്തരവിട്ടിരിക്കുന്നു. തട്ടാൻ വരട്ടെ വരട്ടെ തട്ടാൻ ഒരുപക്ഷ പ്രതിയുടെ തള്ള, ആ. അയ്യോ അതായത് അമ്മ, ഈ അമ്മ അമ്മ അമ്മ? ഒരു അമ്മ? കാലം അമ്മ എതിർത്താലോ? ആരൊക്കെ എതിർത്താലും എന്തൊക്കെ സംഭവിച്ചാലും ആ വിലങ്ങുകളെല്ലാം വലിച്ചു പൊട്ടിച്ചുകൊണ്ട് നീ പൊട്ടിക്കും തീർച്ചയായിട്ടും ഞാൻ പൊട്ടിക്കും. അയ്യോ, 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 ആഹാ, നീയാണ് എന്റെ കണ്ണാടി ചീത്തയാക്കുന്നല്ലേ? ഊരി. അയ്യോ, എന്താ സാറ് പറഞ്ഞു? ഞാനൊന്നും പറഞ്ഞില്ലല്ലോ. ഒന്നും ഇല്ല, പറഞ്ഞില്ലല്ലേ? ഇല്ല ഇല്ല. എന്താ ക്ഷീണിച്ചോ? അങ്ങനെ ക്ഷീണിക്കത്തൊന്നുമില്ല. അതെന്താ ക്ഷീണിക്കുന്നറിയാവോ? ഏ? അതിന്റെ രീതി ചെയ്യണം. ഇത് ശരിയല്ല. ആഹാ. ഇതാ നോക്ക്, ഇതാ ചെസ്റ്റ്, ആ, ഹാൻഡ് ഇങ്ങനെ പിടിക്കണം, കണ്ട ഹിപ്പ്, ലുക്ക് ഇങ്ങനെ ആയിരിക്കണം. എന്നാ ഒന്ന് ചവിട്ടി കാണിച്ചേ. എന്ത്? വാ. എനിക്ക് ചവിട്ടി കളിക്കാൻ സമയമില്ലെന്ന്. കളിക്കാൻ അടുക്കള പണി വെറുതെ. അയ്യോ, അമ്മേ. ആഹാ. വെറുതെ മനുഷ്യൻ. ഈ കപ്പ- അവിടെ ഇരിക്കാൻ. അമ്മേ. ആ. അതെ. ഗുഡ് മോർണിംഗ് മദർ. ദാ കാപ്പി. എന്താ ഒരു ഗൗരവം? ഇന്നലെ ഞാൻ വന്നതൊന്നും അറിഞ്ഞില്ല. ഭയങ്കര ഉറക്കമായിരുന്നു. ഇതൊന്നും അത്ര ശരിയല്ല കേട്ടോ. നീ ഇന്നലെ എത്ര മണിക്കാ വന്നേ? ഞാനൊരു 10 മണിയായി കാണും അല്ലേ? 10, 10:30, 10:30, 11 മണിയായി. 11. ഒരു 11:30, 12 ആയി കാണും. അവിടെ ഉറപ്പിക്കാം. എടാ, ഇവൻ ഇന്നലെ പൊട്ടിച്ച പൂച്ചട്ടികളും ടേബിൾ ഡാമും നീ എവിടെയാ ഒളിച്ചു വെച്ചിരിക്കുന്നത്? പൂച്ചട്ടികള് പൂച്ച ഓ, എന്തൊരു രാഗവിസ്താരമായിരുന്നു. അല്ല, ഈ അർദ്ധരാത്രിയിൽ അയൽക്കാർക്ക് ശല്യം ഉണ്ടാക്കുന്നവർക്ക് എന്ത് വകുപ്പാ നിന്റെ ശിക്ഷാ നിയമത്തില്? അമ്മ, അത് പിന്നെ കൈമൾ സാർ വളരെ വേണ്ട നിർബന്ധിച്ചപ്പോ. വേണ്ട വേണ്ട വേണ്ട, നീ ആരുടെ മേലും പഴി ചാരണ്ട. ഇത് കുറച്ച് കൂടുതലാവുന്നുണ്ടെന്ന് നിനക്ക് തന്നെ തോന്നുന്നില്ലേ? തോന്നുന്നുണ്ട്. സോറി അമ്മേ, വെരി സോറി. ഇന്നലെ ഡോസ് അല്പം കൂടി പോയി. ഇത് അമ്മയെ കൊണ്ട് ഞാൻ സത്യം ചെയ്യുന്നു. വേണ്ട, അല്ല, വേണ്ട. അല്ല, അല്ല, നിന്റെ സത്യം ഒന്നും അമ്മ എനിക്ക് ഇത് കേൾക്കുകയേ അമ്മ ഇത് വേണ്ട. കേൾക്കണം. ഇന്ന് മുതൽ ഉം. ഞാൻ ഉം. മദ്യപാനം കംപ്ലീറ്റ് ആയിട്ട് സ്റ്റോപ്പ് ചെയ്യാനൊന്നും പോകുന്നില്ല. അല്ല അല്ല, അമ്മ അങ്ങനെയൊന്നും പേടിക്കണ്ട. ഞാൻ അതിന്റെ ഡോസ് കുറയ്ക്കും. കണ്ടാ കണ്ടാ, ഇതാ ഞാൻ പറഞ്ഞത്. നോക്കിയേ അമ്മ, ഈ കാര്യം പറഞ്ഞാൽ മനസ്സിലാവും. നോക്കിയേ, ശരിക്കും നോക്കിയേ. പോടാ അവിടുന്ന്. പോയി കുളിച്ച് റെഡിയാക്. നന്നായി. കുഞ്ഞിന്റെ മുഖത്ത് നോക്കി ഇങ്ങനെ 2 വർത്തമാനം പറഞ്ഞത് വളരെ നന്നായി. അതെനിക്ക് ഇഷ്ടപ്പെട്ടു. അതൊരാവശ്യമാണ്. നീ വലിയ വർത്തമാനം ഒന്നും പറയണ്ട. അവനെ വഷളാക്കുന്നതിൽ നിനക്കും ഉണ്ടൊരു പങ്ക്. ഇത്രയും പറഞ്ഞുകൊണ്ട് ചോദിക്കുക, സാറ് സ്വല്പം കഴിക്കും, വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ. ഇനി സ്വല്പം കഴിച്ചാൽ തന്നെ അത് ജോലിയെ ബാധിക്കുന്നില്ലല്ലോ. ഇനി അഥവാ ജോലിയെ ബാധിച്ചാൽ തന്നെ എന്താണമ്മേ, ഞാൻ അതിന് കൂട്ടു നിൽക്കുവോ? പൊയ്ക്കോ അവിടുന്ന്. അമ്മേ, അതെ വേണ്ട, അങ്ങോട്ട് ചെല്ല്. രാഘവട്ടം കൂടെ വാ. അയ്യേ, രാഘവേറ്റാണ് കൊഞ്ചി കളിക്കുന്നു. അങ്ങോട്ട് ചെല്ലുന്നില്ല. തള്ളല്. മോളെ, ഇതാണ് എന്റെ മോൻ ശ്യാം. ആ. വാ അമ്മേ, ചായ എടുത്തിട്ട് വരാം. ഈ സാറിന് സംഗീതം എന്ന് പറഞ്ഞ രാഘവേട്ടാ, ആ? പുറത്താരോ വന്നിട്ടുണ്ട്. ആരില്ലെന്ന്. അല്ല, ഈ ഗേറ്റിന്റെ അടുത്ത്. ഗേറ്റിന്റെ അടുത്ത്. ഗേറ്റിന്റെ അടുത്ത് ആരോ. ഈ ചാൻസ് നോക്കല്ലേ. രാധിക ഇവിടെ ഞാൻ തീരെ പ്രതീക്ഷിച്ചില്ല. ഗീത എന്റെ കൂട്ടുകാരിയാ. Really? ഇനി ടിവിയിലെ പ്രോഗ്രാം എന്നാണ്? എന്തിനാ? ദൂരദർശൻ കേന്ദ്രക്കാരെ വിളിക്കാനാണോ? ഛേ, ഈ അമ്മയുടെ കാര്യം എല്ലാം പറഞ്ഞോ? വീട്ടിൽ വെച്ച് കോടതി കൂടി എനിക്ക് വേണ്ടി വാദിച്ചതുൾപ്പെടെ എല്ലാം. അയ്യേ, പിന്നെ എന്നെ എന്നാ വീട്ടിലേക്ക് ക്ഷണിക്കുന്ന? എന്നാ ഇപ്പൊ ക്ഷണിച്ചിരിക്കുന്നു. എന്നാ വരുന്നെന്ന് പറഞ്ഞോളൂ. വീട് എനിക്കറിയില്ലല്ലോ. ഗിരിനീറിൽ വന്നിട്ട് എനിക്കിങ്ങോട്ട് വരാമോ? പിന്നെന്താ.
ഒരു വാക്ക് നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ പബ്ലിക് റോഡിൽ വെച്ചുള്ള ഈ റൊമാൻസ് ഒക്കെ ഒഴിവാക്കായിരുന്നു. എന്താ ഒന്നുമില്ല. എന്താ മോളെ? ഒന്നുമില്ല. ഗീതേ, നമുക്കിറങ്ങാം, സമയം കുറേ. രാഘവ, ഞാൻ വേണമെങ്കിൽ ഡ്രോപ്പ് വേണ്ട വേണ്ട, ഞങ്ങൾ രാഘവേട്ടനെ കൂട്ടി പോയിക്കോളാം. വാ മോളെ. ആ കല്യാണാലോചന നമുക്ക് വേണ്ട ശ്യാം. അതെന്താ മാഷെ പെട്ടെന്ന് ഇങ്ങനെ? പയ്യൻ നല്ല ക്വാളിഫൈഡ് ആണ്, മര്യാദക്കാരനാണ്. എന്നാലും ഇത്രയും വലിയ തുക സ്ത്രീധനം. ഇപ്പൊ എനിക്ക് മനസ്സിലായി. ഓബ്ലിഗേഷൻ, കടപ്പാട്. എന്റെ മാഷ് എന്നെ ഇങ്ങനെ ഒരു അന്യനായിട്ട് കാണുന്നത് എനിക്ക് തീരെ ഇഷ്ടപ്പെടുന്നില്ല. അയ്യോ, അങ്ങനെ ഒരിക്കലും ഞാൻ. എന്നാ പിന്നെ ഒന്നും പറയണ്ട, ആ ഡിപ്പാർട്ട്മെന്റ് എനിക്ക് വിട്ടേന്നേക്കണം. എല്ലാം ഭംഗിയായി ഞാൻ നടത്തിക്കോളാം. ഇങ്ങനെ എല്ലാ കാര്യത്തിലും ശ്യാമിന്. മാഷേ, ഇതെന്റെ പെങ്ങളുടെ വിവാഹ കാര്യമാണ്. ഈ വിവാഹത്തിൽ എനിക്ക് ഒരു അല്പം വോയിസ് ഒക്കെ ഉണ്ട്. അടുത്ത ആഴ്ച അവര് പെണ്ണ് കാണാൻ വരും. എന്താ? എല്ലാം എന്റെ ഇഷ്ടം പോലെ അല്ലേ? വാ മോളെ. എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടോ? ചിരിച്ചു, അപ്പൊ ഇഷ്ടപ്പെട്ടു. ചിരിച്ചാ ഇഷ്ടപ്പെട്ടു എന്നാണോ? അങ്ങനെയൊക്കെ ഓടാ അവിടുന്ന്. അങ്ങനെയാണെങ്കിലേ അടുത്ത മാസം 2-ാം തീയതി ഒരു മുഹൂർത്തമുണ്ട്. എന്താ? ആയിക്കോട്ടെ. ശ്യാം എന്താ ഒന്നും പറയാത്തത്? നിങ്ങളൊക്കെ പറയുന്ന പോലെ. ഏതാ, ഞങ്ങൾ ഇറങ്ങട്ടെ? അതെ, നല്ല ഫിറ്റാണ്. കാരണം ഇന്നെന്റെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷകരമായ ദിവസമാണ്. One of the happiest days in my life. എന്റെ അനിയത്തിയുടെ കല്യാണം നിശ്ചയിച്ചിരുന്നോ? എത്ര നേരെ ഒറ്റയ്ക്ക് അങ്ങനെ പ്രസംഗിക്കുന്നത്? 10 minutes ആവൂല്ലേ? 10 minutes ആയി. എനിക്ക് കുടിച്ച മതി. അതെ. അയ്യോ, ഇതൊക്കെ സാർ അറിഞ്ഞാൽ മോശമാണ് കേട്ടോ. എന്തോന്ന് ഇങ്ങനെ സാറിന്റെ കക്ഷികളുടെ നിന്ന് വിസ്കിയും സിഗരറ്റും ഒക്കെ ഓസുന്നതേ മോശമാണ്. എടാ, ഞാൻ ഓസുന്നെങ്കിലേ പകുതി നീ ഞാൻ എവിടെയാടാ ഓസുന്നത്? നിന്റെ ഈ അരമ്പ് പറ. പോവാ. ഒരു സ്മോൾ കൂടെ കഴിഞ്ഞിട്ട് പോവാ. ഒരു ലാർജ് തന്നെ ആവട്ടെ. മതി സാർ, ഇപ്പൊ തന്നെ ഓറാണ്. ആരെ? നീ ഭയങ്കര സോപ്പായിട്ട് വരെയാണ്. സോപ്പിന്റെ തന്തയാടാ നീ സാറിന്റെ കാര്യം ഇത്ര ശ്രദ്ധിക്കുന്നില്ല. പോണം. തമ്മ തല്ലി ചാവട്ടെ. കള്ളു കുടിക്കുന്നത് ആനന്ദിക്കാനാണ്. കള്ളു കുടിച്ച് ബഹളം ഉണ്ടാക്കി നാട്ടുകാർക്ക് പബ്ലിക് ന്യൂസൻസ് ഉണ്ടാക്കിയ IPC സെക്ഷൻ എത്രയാടാ? അല്ല, എനിക്ക് അറിഞ്ഞൂടാ. വേറൊരു കാര്യം അറിയോ? വേറൊരു കാര്യം, ഞാനൊരു സ്ഥലത്ത് പോകുന്നു. സീക്രട്ട് ആയ സ്ഥലം. എവിടെയാണ് സാർ? രാധികയെ കാണാൻ പോകുന്നു. നല്ല കണ്ടീഷനിലാ പോകുന്നത്. എന്താ ഈ കണ്ടീഷൻ കുഴപ്പം? ഞാൻ വളരെ ഡീസന്റ് ആയിട്ട് പോകും. ഞാൻ പോവും. സോറി സാർ, വാദിക്കാണോ നോട്ടീസ് അയക്കേണ്ടത്? അയ്യോ, സാറ് പറഞ്ഞപ്പോ ഞാൻ വിചാരിച്ചു പ്രതിക്കാണ് അയക്കേണ്ടതെന്ന്. അല്ല, പ്രതിക്ക് അയച്ചോണ്ട് കുഴപ്പമൊന്നുമില്ലല്ലോ. എക്സ്ട്രാ ഒരെണ്ണം ഇങ്ങനെ. അങ്ങനെയൊന്നുമില്ല സാർ, കോമൺ സെൻസ് ഇല്ലാത്തോണ്ടൊന്നും അല്ല. കാലത്ത് പോത്താ, ഈ ജൂനിയറായിട്ട് ജോലി ചെയ്ത് മടുത്തു. ഇനിയെങ്കിലും സ്വന്തമായിട്ട് പ്രാക്ടീസ് ചെയ്ത് തുടങ്ങിയില്ലെങ്കിൽ ജീവിതാവസാനം വരെ നമ്മൾ ഇങ്ങനെ ജൂനിയേഴ്സ് ആയിട്ട് തുടരേണ്ടി വരും. അതെ, സ്വന്തമായിട്ട് പ്രാക്ടീസ് ചെയ്യാനുള്ള കെൽപ്പും വിവരവും ഉണ്ടാകുന്നവരെ ഇങ്ങനെ അങ്ങ് കഴിയുന്ന അളിയാ ബുദ്ധി. അടിച്ചോണ്ടിരിക്കുന്ന ഒരു സീനിയർ അഡ്വക്കേറ്റ് ആവുന്നതിനേക്കാളും നല്ലത് വളരെ ബിസി ആയിട്ടുള്ള ഒരു അഡ്വക്കേറ്റിന്റെ ജൂനിയർ ആയി കഴിയുന്നതാണ്. കാലത്തെ ഒരുമാതിരി ആക്കരുത്, അല്ലെങ്കിൽ നിന്റെ മനസ്സ് മുഴുവൻ വിഷമാ. ഞാൻ ഒരിക്കലും തിരക്കുള്ള വക്കീലാവില്ലെന്നല്ലേ നീ പറഞ്ഞതിന്റെ ദുസൂചന? എന്നൊന്നും ഞാൻ പറഞ്ഞില്ല. വെറുതെ വഴക്കുണ്ടാക്കാൻ വരരുത് ഗോപാലകൃഷ്ണ. ആര് തുടങ്ങി വെച്ചത്? നീയോ ഞാനോ? ഈച്ച അടിച്ചോണ്ടിരിക്കും പോലും. എടാ, പ്രകാശ് സാറിന് സോപ്പിട്ട് എന്നും അങ്ങനെ ഡെച്ചിൽ കഴി സിൽബന്തിയാ കഴിയുന്നതായിരിക്കും നിനക്കിഷ്ടം. പക്ഷേ എന്നെ അതിന് കിട്ടൂല. ഞാൻ തറവാട്ടി പറഞ്ഞവനാ. ചിട്ടി കമ്പനി നടത്തി നാട്ടുകാരുടെ കാശ് അടിച്ചോണ്ട് രാഖി രാമൻ നാട് വിട്ട കൃഷ്ണ പണിക്കരുടെ മകന്റെ തറവാട്ട് മഹിമ നാട്ടുകാർക്കൊക്കെ അറിയാം. ഏതായാലും നിന്റെ അപ്പന്റെ അത്ര കള്ളനല്ലടാ.
കഷണ്ടി മാറ്റാനുള്ള മരുന്നാണെന്നും പറഞ്ഞ് ആവണക്കെണ്ണ കുപ്പിയിലാക്കി നാട്ടുകാർക്ക് വിറ്റ് കാശുണ്ടാക്കാനാണ് നിന്റെ തന്ത ഉണ്ടപ്പാപ്പി. എന്തിനാടാ വെറുതെ വീട്ടിലിരിക്കുന്നവരെ പറയുന്നത്? നീ എന്നെ കൊണ്ട് പറയിപ്പിച്ചല്ലേ? എടാ, മനുഷ്യനായ സ്വന്തം കഴിവിൽ വിശ്വാസം വേണം. അതങ്ങനെ 5 ചാൻസിൽ LLB പാസ്സാവാൻ എവിടുന്ന് ആത്മവിശ്വാസം ഉണ്ടാവുക? എത്ര ചാൻസ് പാസ്സായെങ്കിലും ഞാൻ കേരള യൂണിവേഴ്സിറ്റിയിൽ നിന്ന് LLB ഡിഗ്രി എടുത്ത്, അല്ല നിന്നെ പോലെ കേരളത്തിന് പുറത്തു പോയി പ്രൊഫസർക്ക് അണ്ടിപ്പരിപ്പ് കൊടുത്ത് ഉണ്ടാക്കിയ ഡിഗ്രി അല്ലേ ഇത്? എടാ, നീ കുറെ നേരമായിട്ട് വളയുന്നുണ്ട്. എടാ, രാവിലെ മുതൽ നീ എന്റെ മേക്കിട്ട് കറങ്ങടാ. കുറെ നേരം. സാർ എന്താ രാവിലെ വലിയൊരു സ്നേഹപ്രകടനം? ബർത്ത്ഡേ ആണ് സാർ ഇന്ന്, അതുകൊണ്ട് കെട്ടി ആണോ? മെനി മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദ ഡേ. അല്ല സാർ, ബർത്ത്ഡേ പ്രമാണിച്ച് ഇന്നത്തെ കംപ്ലീറ്റ് ചെലവ് പോത്തന്റെ കണക്കായിട്ടാ. അതെയോ? വൈകുന്നേരം നമുക്ക് ഗംഭീരമാക്കി കളയാം. ഹലോ, കൈമൾ സാറല്ലേ? ഞാനാ. RTO ഓഫീസിൽ മിസ്റ്റർ ജേക്കബ് ഉണ്ട്. പുള്ളിയെ പോയി ഒന്ന് കാണണം. കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞ് ഏർപ്പാടാക്കിയിട്ടുണ്ട്. പിന്നെ ആ ബാൻ ഡ്രഗ്സിന്റെ സ്റ്റോക്ക് അങ്ങ് നശിപ്പിച്ചളഞ്ഞേക്കണം. നോ നോ നോ, ഇനി അത് വിൽക്കാൻ പാടില്ല. അല്ല, ഞാൻ കേസ് ബാധിക്കുന്ന കാര്യമൊക്കെ വേറെ, പക്ഷെ ഇത് ജനങ്ങളുടെ ആരോഗ്യത്തെ ബാധിക്കുന്ന പ്രശ്നമാണ്. അത് എനിക്ക് സപ്പോർട്ട് ചെയ്യാൻ അല്പം ബുദ്ധിമുട്ടുണ്ട്. കാശ് നമുക്ക് പല മാർഗത്തിൽ കൂടെ ഉണ്ടായിക്കൂടെ കൈമൾ സാറേ? ഓക്കെ ഓക്കെ. സാറ് പോയി ജേക്കബിനെ കാണണേ. ഓക്കെ. മിസ്റ്റർ ഗോപാലകൃഷ്ണൻ, പ്ലീസ് കം. അല്ല, സാറോട് ഒന്ന് പറയണം. എന്താ? വൈകുന്നേരത്തെ പാർട്ടിയുടെ കാര്യം. ഈ പോത്തം ബേസിക്കലി പിശിക്കണേ. അതല്ല, SP വിളിച്ചിട്ട് എന്ത് പറഞ്ഞു? രാജശേഖരൻ സാറോ? വൈകുന്നേരം ബില്ലിയാസ് ക്ലബിൽ വെച്ച് കാണാമെന്ന് പറഞ്ഞു. ഒരു പോലീസ് ഓഫീസറും ക്രിമിനൽ ലോയറും തമ്മിലുള്ള കൂടിക്കാഴ്ച ഇത് മാറാൻ പാടില്ലെന്ന എന്റെ ആഗ്രഹം. ലെറ്റ് ദിസ് ബി എ മീറ്റിംഗ് ഓഫ് 2 ഫ്രണ്ട്സ് ഓർ ബ്രദേഴ്സ്. എന്തിനാ സാർ ഇങ്ങനെ ഒരു മുഖവര? കോടതിയിൽ പ്രകാശിനെ പോലെ ഇത്ര വെൽ സ്റ്റഡീഡായി മറ്റാരും കേസുകൾ പ്രസന്റ് ചെയ്ത് ഞാൻ കണ്ടിട്ടില്ല. പക്ഷേ നിങ്ങളുടെ ഈ കഴിവും ബുദ്ധിയും എല്ലാം കുറെ ദുഷ്ടന്മാർക്ക് പണയം വെച്ചിരിക്കുകയാണെന്ന് പറയേണ്ടി വരുമ്പോ മനസ്സിലായില്ല. 1 or 2 പ്രാവശ്യം ഏതെങ്കിലും ക്രിമിനൽസിന് വേണ്ടി വാദിക്കുന്നത് മനസ്സിലാക്കാം. പക്ഷേ കുറ്റം ചെയ്യുന്നതിനുള്ള ലൈസൻസ് ഉണ്ടെന്ന രീതിയിൽ പെരുമാറുന്ന ഒരു ഗ്രൂപ്പിന്റെ വ്യക്താവായി മാറുന്നത് ആത്മഹത്യാപരമാണ്. യെസ്, ഞാൻ ആ കൈമളുടെ കാര്യം തന്നെയാണ് ഉദ്ദേശിച്ചത്. പ്രകാശിന് അറിയാമോ അയാളുടെ സ്ഥാപനങ്ങൾ നടക്കുന്നത് എന്താണെന്ന്? ഫിഷറീസിന്റെയും ഫാർമസ്യൂട്ടിക്കൽസിന്റെയും കൺസ്ട്രക്ഷൻ കമ്പനിയുടെയും പേരിൽ കള്ളക്കടത്തും വ്യാജമരുന്നുകളുടെ വിൽപ്പനയും ഒക്കെയാണ് നടക്കുന്നത്. അറിയാം സാർ. എന്നിട്ടാണോ അവർക്ക് കൂട്ടുനിൽക്കുന്നത്? അവരുടെ ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ അഡ്വക്കേറ്റ് ആയിരിക്കുന്നിടത്തോളം കാലം എനിക്ക് അവരുടെ കേസുകൾ വാദിക്കേണ്ടി വരും. ഈ കാര്യത്തിൽ നിങ്ങൾക്ക് അല്പം പോലും കുറ്റബോധം തോന്നില്ലേ? എന്തിന്? എന്നെ അവർ ഏൽപ്പിക്കുന്ന ജോലി ഞാൻ ചെയ്യുന്നു. ഇൻ ദാറ്റ് കേസ് ഐ ഹാവ് ടു സേ യു ആർ എ ക്രിമിനൽ ആൻഡ് നോട്ട് എ ക്രിമിനൽ ലോയർ. സമ്മതിച്ചു, ഞാൻ കുറ്റവാളി തന്നെ. പക്ഷെ ഒന്ന് ചോദിച്ചോട്ടെ സാർ, കൈമളിനെ രക്ഷപ്പെടുത്തുന്നത് ഞാനാണെന്ന് പറഞ്ഞല്ലോ. നിങ്ങളുടെ പോലീസ് ഡിപ്പാർട്ട്മെന്റ് 100% എഫിഷ്യൻസിയോടെ പ്രവർത്തിച്ചിരുന്നെങ്കിൽ എനിക്ക് വാദിച്ചയക്കാൻ പറ്റുമായിരുന്നോ? ഞങ്ങളുടെ കഴിവുകേട് കൊണ്ടല്ല, നിങ്ങളുടെ കഴിവിന്റെ കൂടുതൽ കൊണ്ടാ പ്രോസിക്യൂഷൻ പലപ്പോഴും പരാജയപ്പെടുന്നത്. സമ്മതിച്ചിരിക്കുന്നു. താങ്ക് യു സാർ. പക്ഷെ ഈ കഴിവൊക്കെ നല്ല രീതിയിൽ വിനിയോഗിച്ചിരുന്നെങ്കിലോ? യു ആർ എ ജീനിയസ് ഇൻ ദ റോങ് വേ. പ്രകാശ്, നിങ്ങളെപ്പോലുള്ള ചെറുപ്പക്കാർ മോറൽ വാല്യൂസിന് ഒരു വിലയും കൽപ്പിക്കുന്നില്ല. അങ്ങനെയാണെങ്കിൽ ശുദ്ധീകരണം തലപ്പത്ത് നിന്ന് തുടങ്ങുന്നല്ലേ സാർ നല്ലത്? അങ്ങനെയാണെങ്കിൽ ചിലപ്പോ സാറിന്റെ തലയിൽ തൊപ്പി കാണില്ല അല്ലേ? നോ പ്രകാശ്, അങ്ങനെയുള്ള പേടിയൊന്നും എനിക്കില്ല. എങ്കിൽ തുടങ്ങണം സാർ, ഞാനും കൂടാം. സ്വിസ് ബാങ്കിൽ അക്കൗണ്ട് ഉള്ള MLA-മാരുടെയും MP-മാരുടെയും മന്ത്രിമാരുടെയും ലിസ്റ്റ് ഞാൻ സാറിന് തരാം. അവരുടെ സോഴ്സ് ഓഫ് ഇൻകം എന്താണെന്ന് സാറിന് വിളിച്ചെത്തു കൊണ്ടുവരാൻ പറ്റുമോ? കള്ളക്കടത്തുകാരുടെ കയ്യിൽ നിന്ന് രാഷ്ട്രീയ പാർട്ടികൾ വാങ്ങിയിട്ടുള്ള സംഭാവനകളുടെ ഡീറ്റെയിൽസ് സാറിന് വേണോ? നിരോധിച്ച മരുന്നുകൾ രാഷ്ട്രീയക്കാരുടെ ഒത്താശയോടെ വിറ്റഴിച്ചതിന്റെ തെളിവുകളും ഞാൻ തരാം. കേക്കട്ടെ, സാറിന് എന്ത് ചെയ്യാൻ കഴിയും? ഇവരെയൊക്കെ ഞാൻ ജസ്റ്റിഫൈ ചെയ്യുന്നു എന്നാണോ പ്രകാശ് പറയുന്നത്? ഐ എം സോറി സാർ, ഇത്തരം ഉപദേശങ്ങൾക്കൊന്നും ഞാൻ വലിയ വില കൽപ്പിക്കുന്നില്ല. ഈ ലോകത്ത് കാശാണ് വലുത്, എനിക്കും സാറിനും എല്ലാവർക്കും. പിന്നെ കൈമളുടെ കേസുകൾ വാദിക്കുന്നത് കൊണ്ട് മാത്രം അയാളുടെ എല്ലാ ചെയ്തികളും ഞാൻ ന്യായീകരിക്കുന്നുണ്ടെന്ന് സാർ വിചാരിക്കണ്ട. ഇറ്റ്സ് എ പാർട്ട് ഓഫ് മൈ പ്രൊഫഷൻ. വ്യക്തിപരമായി കൈമളുമായുള്ള അടുപ്പമോ? സമ്മതിച്ചു, പക്ഷെ അതിന് മതിയായ കാരണങ്ങളുണ്ട്. എന്റെ കരിയർ ബിൽഡ് ചെയ്യാൻ വളരെയധികം സഹായിച്ചിട്ടുള്ള ആളാണ് കൈമൾ.
ഒരു മകനെ പോലെയാണ് അത് എന്നെ സ്നേഹിക്കുന്നത്. ആ സ്നേഹത്തിന്റെ പിന്നിലുള്ള സ്വാർത്ഥത ഒരു പക്ഷേ പ്രകാശിന് ഇന്ന് മനസ്സിലാവില്ല. ഓക്കെ, ലീവ് ഇറ്റ്. കാലം എല്ലാം പറഞ്ഞു തരും. ശരി, ഞാൻ സാറിനെ ഏതെങ്കിലും രീതിയിൽ ഹെർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഐ എം സോറി. ഏയ്, ഒരിക്കലുമില്ല. സ്വകാര്യ സംഭാഷണത്തിൽ പോലും വാദിച്ച് ജയിക്കാനുള്ള നിങ്ങളുടെ കഴിവിനെ ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. ഞാൻ ഇറങ്ങട്ടെ. സമയമായോ? സാറ് കൂടുന്നോ? ഇല്ല.